ഇല്ലാതെ വാഹനമോടിച്ചാൽ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കുരുക്കുമുറുക്കി MVD. ഹെൽമറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ 500 രൂപ പിഴ മാത്രമല്ല, 3 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസും നഷ്ടമാകും. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഒരു ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്താൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിക്കൂ. സുരക്ഷിത ഡ്രൈവിംഗിന്റെ പാഠഭാഗം പഠിക്കണം. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഗതാഗത നിയമലംഘനങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അടിസ്ഥാനമാക്കി ലൈസൻസ് സസ്പെൻഷൻ കാലാവധിയും പരിശീലന കാലയളവും സംസ്ഥാനത്ത് നിശ്ചയിച്ചിരുന്നില്ല. ഇത് പരിഹരിക്കാൻ വിവിധ കുറ്റങ്ങളുടെ ശിക്ഷാ കാലാവധി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റങ്ങളെ 13 വിഭാഗമായി തിരിച്ചാണ് ശിക്ഷ നിശ്ചയിച്ചിട്ടുള്ളത്. മദ്യപിച്ചോ അലക്ഷ്യമായി വാഹനം ഓടിച്ചോ ആളപായമുണ്ടായാൽ 1 വർഷത്തേക്ക് ലൈസൻസ് നഷ്ടമാകും. ഗുരുതര പരിക്കാണെങ്കിൽ 6 മാസത്തേക്ക് സസ്പെൻഷൻ ഉണ്ടാകും. ഇരു കുറ്റങ്ങൾക്കും 5 ദിവസത്തെ ക്ലാസ് നിർബന്ധം. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, അലക്ഷ്യമായ ഡ്രൈവിംഗ്, മത്സരയോട്ടം, സാങ്കേതിക തകരാറുള്ള വാഹനം നിരത്തിലിറക്കുക എന്നിവ 6 മാസത്തെ സസ്പെൻഷനും 3 ദിവസത്തെ ക്ലാസും ഉണ്ടാകും. ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങിയ വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിയാലും 6 മാസത്തേക്ക് ലൈസൻസ് നഷ്ടമാകും. 1 ദിവസത്തെ ക്ലാസ് പങ്കെടുക്കണം. അതിവേഗ, അമിതഭാരം എന്നിവയ്ക്ക് 3 മാസത്തെ സസ്പെൻഷൻ ഉണ്ടാകും. അമിതഭാരം കയറ്റുന്നതിന് പിടിക്കപ്പെടുന്നവർക്ക് 1 ദിവസത്തെ ക്ലാസും വേഗപരിധി ലംഘിക്കുന്നവർക്ക് 3 ദിവസത്തെ ക്ലാസും ഉണ്ടാകും. കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ. നേരത്തെ ഹെൽമറ്റ് ലംഘനം പോലെയുള്ള ചെറിയ കുറ്റങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഷൻ ഇല്ലായിരുന്നു. എന്നാൽ നിയമലംഘനം വ്യാപകമായതിനാൽ ശിക്ഷ നടപ്പാക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുമുണ്ട്. 3 പരിശീലന കേന്ദ്രങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്.